I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall. ഹായ് മച്ചന്മാരെ, ടെക്കി അപ്ലോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഫിഷിങ്ങായിട്ട് ഇറങ്ങിക്കണം കേട്ടോ. അതായത് നമ്മൾ കാർ ഫിഷിങ്ങാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കാർപ്പ് മാത്രമല്ല, നമുക്കിവിടെ കൂരിവാളെ കഴിക്കുന്നുണ്ട്. കഴിഞ്ഞൊക്കെ സ്ഥലം ഹെവി കൂരിവാളെ കിട്ടിയായിരുന്നു. അത് റെക്കോർഡ് സൈസ് കൂരിവാളെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടേരെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ ലാസ്റ്റ് ഐ ബട്ടണിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മൾ അതിനൊക്കെ പ്രതീക്ഷയാണ് വന്നേക്കുന്നത്. കാർപ്പും കിട്ടാൻ ചാൻസ് ഉണ്ട്, അതേപോലെ കൂരിവാളയും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റു മീനുകളൊക്കെ ഇല്ല, പുഴയിൽ ചൂണ്ടിറങ്ങല്ലേ, പലതും കിട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. കാർപ്പിനുള്ള വജ്രായതാട്ടോ ഇത് നമ്മൾ സ്പൈഡർ ഹുക്കിൽ തീറ്റ സെറ്റ് ചെയ്ത് വെച്ചതിനാണ്. ഈ തീറ്റ സെറ്റ് ചെയ്യണമെങ്കിൽ അറിയാത്തുള്ളൂ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ തീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എറിഞ്ഞിടാം കേട്ടോ. നമുക്ക് ഒരു ചൂണ്ട മാത്രമല്ല, വേറെ ചൂണ്ടകളുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ എറിഞ്ഞിടാം. ഇപ്പോൾ ഈ തീറ്റ എറിഞ്ഞിട്ട ഭാഗത്തായിരുന്നു നമുക്ക് ആദ്യം അത്യാവശ്യം മീനിൻ്റെ ആക്ടിവിറ്റി കണ്ടത്. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ച് നമുക്ക് എല്ലാ ചൂണ്ട എറിഞ്ഞിടാം. അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻ അടിക്കുന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ ഒരു മീൻ കയറി അടിച്ചിട്ടുണ്ട്. എന്ത് ചെറിയ മീനാണ് കേട്ടോ, വലിയ വലിയൊന്നും കാണിച്ചില്ല. എന്നാലും ആദ്യത്തെ മീൻ നമ്മൾ വലിച്ചെടുക്കാൻ പോവുകയാണ്. എന്ത് മീനാണ് നമുക്ക് നോക്കാം. തൊട്ടടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മഞ്ഞക്കൂരി കേട്ടോ. കാരണം നമുക്ക് ഈ പുഴയിൽ ഒരുപാട് കിട്ടാറുണ്ട്. ഇന്ന് പക്ഷേ നമ്മൾ പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ ഇടയ്ക്ക് തീറ്റയിലും കയറി അടിക്കാറുണ്ട് മഞ്ഞക്കൂരി. അപ്പോൾ മഞ്ഞക്കൂരി എന്നാണ് ഇന്നത് തുടക്കം. എന്തായാലും നോക്കാം. നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. അടുത്ത മീൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അതിൽ മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ തന്നെ അടുത്ത ചൂണ്ടയും മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വലിച്ച് കയറ്റാം കേട്ടോ. ചെറിയൊരു കൊടുത്തോ ആദ്യം പിടിച്ചെങ്കിലും അത്ര വലിയ മീനായിട്ട് ഇതും തോന്നിയില്ല. എന്തായാലും നമുക്ക് അടുത്തെത്തുമ്പോൾ അറിയാം എന്ത് മീനാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത മീൻ കയറി വന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു മീനാണ്, ഒരു കുറുവയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഒരു കുറുവയാണ്, അടിപൊളി മീനാണ് കേട്ടോ. അത് സൂപ്പർ മീനാണ് കുറുവ. ഓക്കെ, ഇത്രയും വലിയ കുറുവയിലൊക്കെ നമുക്ക് അപൂർവമായിട്ട് നമ്മൾ കിട്ടാറ് അവിടെ നിന്ന്. എന്തായാലും ആ മീനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ചെറിയ മീനിൽ നിന്നാട്ടോ കളി തുടങ്ങിയേക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്ത മീൻ പിന്നെ അടിച്ചിട്ടുണ്ട്. ചറപറാന്ന് മീൻ അടിക്കുന്നുണ്ടോ. നമുക്ക് ചൂണ്ടയിട്ട് ഓരോന്ന് മാറി മാറി കിട്ടാൻ നേരം കൊണ്ട് ചറപറാന്ന് മീൻ അടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പോലെ അവന്ന് കളിപ്പിച്ചിട്ട് അടക്കി കയറുന്നേ. അടുത്ത മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്കങ്ങനെ ഇവിടെ പുല്ലൻ തൂളി എന്ന് പറഞ്ഞ സാധനം കേട്ടോ അത്. ഓക്കെ, ചെറുമീനിലാണ് നമുക്ക് ആദ്യം കിട്ടി തുടങ്ങിയേക്കണേ. അതായത് നോക്കാം ഇതിലേക്കും വലുതിലേക്ക് പോകണേ. അപ്പോൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വലിയ മീന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നേരം കാത്തിരിക്കണമെന്നില്ല. നല്ലൊരു അടി കിട്ടിയിട്ട് നമ്മുടെ ചൂണ്ടയിൽ. അത്യാവശ്യം സ്റ്റിക്കൊക്കെ വളച്ചേർന്നു. ഡ്രാഗൺ വലിച്ച് മീൻ നല്ലൊരു ഓട്ടോ ഓടിയായിരുന്നു. എന്തായാലും വലിയൊരെന്തോ മീനാണ്. എന്ത് മീനാണെന്ന് മനസ്സിലായി. എന്തായാലും നമുക്ക് നോക്കാട്ടെ എടുത്ത്. എടുത്തോ ഗ്രിപ്പർ ബാഗിലുണ്ട്. മച്ചാൻ്റെ ബാഗ്, മച്ചാൻ്റെ ബാഗ് എൻ്റെ അല്ല മറ്റേ. അപ്പുറം വരാം, ലൈറ്റില്ല. ഇങ്ങോട്ട് വരും അവിടെ നിന്ന് കയറാൻ പറ്റില്ല. ഇങ്ങോട്ട് വേണ്ട പറ്റുള്ളൂ. ഇങ്ങോട്ട് മച്ചാൻ അങ്ങോട്ടോ, ഈ സ്ഥലത്തേക്കോ. നമുക്ക് ഇവിടെ നിന്ന് മച്ചാന്മാരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാന്ന് തോന്നുന്നു. കണ്ടിട്ട് കൂരിവാളയാന്ന് തോന്നുന്നു എനിക്ക്. ഐ തിങ്ക് കൂരിവാള. അങ്ങോട്ട് പോകും. ആ പുല്ലിലേക്ക്. ആ അല്ല, എന്തായാലും ഈ സൈഡിൽ വരുള്ളൂ. നോക്ക് അത് ഞാൻ ഓരോരോ അവസരങ്ങൾ തരുന്നതായിരിക്കും. അവസരം കൊടുത്തില്ല എന്ന് വേണ്ട. മച്ചാൻ ഒരുപാട് കൊതിച്ചു വന്നതാ ഫൈറ്റ് ചെയ്യാനായിട്ട്. ഡ്രാഗ് ഒരുപാട് ട്രൈ ചെയ്യില്ല കേട്ടോ. ഒരു പൊടിക്ക് ട്രൈ ചെയ്ത് പതുക്കെ അവൻ അങ്ങോട്ട് ഓടുമ്പോൾ വിട്ടു കൊടുത്തോളാം. നമ്മളൊന്നും ചെയ്യരുത്. മീൻ അങ്ങോട്ട് ഓടുമ്പോഴേ ഒരിക്കലും ലൈൻ ലൂസും കൊടുക്കരുത്. വലിക്കുക. അത് നിൽക്കുമ്പോൾ പതുക്കെ വലിച്ചെടുക്കുക. അങ്ങനെ ലൈനെ പിടിച്ച് വലിക്കില്ലേ. ഡ്രാഗ് പിടിച്ച് ടൈറ്റ് എന്നാലും കുഴപ്പമില്ല. ലൈനെ പിടിച്ച് വലിക്കല്ലേ. തിരിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ കൈ കിട്ടില്ല. അങ്ങനെ വിളിച്ചായി. ഓക്കെ, റെഡി. കാണാൻ പറ്റില്ല. നമ്മുടെ മീൻ അടുത്തേക്ക് വന്നോണ്ടിരിക്കണു. കണ്ണാമത്താൻ എങ്ങനെയുണ്ട്? ഫൈറ്റ് എങ്ങനെയുണ്ട്? നല്ല ഫൈറ്റ് അല്ലേ? സ്റ്റിക്കൊക്കെ വളച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. ഉണ്ടോ? വലുതാടോ കൂരുവാള വലുതാടോ. തൂക്കമൊക്കെ നമുക്ക് കരയിൽ കയറിയിട്ട് കൃത്യമായിട്ട് പറയാം. അങ്ങടേക്ക് ഒത്തിരി വിടരുത് കേട്ടോ. അവനെ അടിപ്പിക്കും പതുക്കെ. എന്നിട്ട് കളയല്ലേ. മച്ചാനെ സ്റ്റിക്ക് ചെയ്യാൻ മേടിക്കണോ? കട്ടിലല്ല.
ഇന്നൊന്ന് അടുത്തേക്ക് ആളടുത്ത് കണ്ടു കഴിഞ്ഞാൽ രോഹു പൈസ രോഹു നമുക്ക് കിട്ടിയതിനൊക്കെ വലിയ രോഹ കഴിഞ്ഞ ദിവസം കിട്ടിയില്ല അതിനൊക്കെ വലുതാ പൈസ രോഹുവാ കേറിയ മുതലാ അച്ഛനെ നീ ക്യാമറ പിടിച്ചേ മച്ചാൻ ഗ്രിപ്പ് പിടിച്ചേ ഒറ്റ ഹുക്കുള്ളൂ അപ്പുറത്തെ അവിടെ അവിടെ മുളിക്കേറ്റാം ബാബാ ഇങ്ങോട്ട് കേട്ടാം ബാബാ പുല്ലിലേക്ക് ഇല്ല അത് കയ്യിലെടുത്ത് കരയിലേക്ക് എടുത്തിട്ട് കരയിലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് ഇതാട്ടോ അവിടെ മീൻ ഒരു 5 കിലോ 5 കിലോ റേഞ്ച് ഉണ്ട്. കൊള്ളാം, പൊളി. രോഹുവാണ്, രോഹു അട്ടിപ്പൊളി കേട്ടോ. ഇന്നത്തെ ആദ്യത്തെ വലിയ മീനാണ്. ഓക്കെ, ചെറുത് കുറേ കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയും കിട്ടുമായിരിക്കും. എന്തായാലും ആദ്യത്തെ ഹെവി ക്യാച്ച് കൊള്ളാം. പൊളി ആയിട്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൻ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കണേ. ശരിക്കും അങ്ങനെയുള്ള പ്രതീക്ഷയുള്ള ചൂണ്ടയുള്ള ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ട ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതിന് ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ മീൻ അടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അത് വേറെ നല്ല രസമുണ്ട്. കാര്യം പറഞ്ഞാൽ വെറുതെ ഒരുപാട് നേരം നോക്കിയിരിക്കേണ്ടി വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ മീൻ നമുക്ക് അടിച്ച് കിട്ടും. അതാണ് ചൂണ്ടയുള്ള ഏറ്റവും രസം. വലുതാണോ ചെറുതാണെന്നുള്ളതല്ല, മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ചൂണ്ടകൾ നല്ലൊരു ഫീലാണ്. ചെറിയ മീനാണ് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പുല്ലനാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൈസ് പുല്ലല്ലേ, സൈസ് പുല്ലൻ. കൊള്ളാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, വീഡിയോ കിട്ടിയിട്ടുണ്ട്. അടുത്ത വഴുത നമ്മുടെ അടുത്ത പുല്ലൻ തൂളി എന്നൊക്കെ പറഞ്ഞ സാധനം. ഉണ്ട്. എന്റെ മോനെ, തൂളി തന്നെ. ഓക്കെ, ചെറിയ തൂളി. അടുത്ത മീൻ ഞങ്ങൾ ഇയാൾ മാറി അങ്ങോട്ട് അത്യാവശ്യം സൈസുള്ള പോലെ അല്ലേ, കുഴപ്പമില്ല. സൈസ് ഉണ്ട്. സ്പൈഡറിന്റെ മേത്ത് കയറും. നമുക്ക് കിട്ടിയ മീനിലാട്ടെ കിടക്കണം മുഴുവൻ. അച്ഛന്മാരെ ദേ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയ മീനിൽ മുഴുവൻ. ഓക്കെ, ഒരു പിടിച്ച് കളിച്ചാൽ കണ്ടോ. ഒരെണ്ണം രോഹു ഇച്ചിരി വലുതാണ്, പിന്നെ എൻ്റെ മറ്റേ ഫോൺ കാണില്ല. ഒരെണ്ണം രോഹു കുറച്ച് വലുതാണ്, ബാക്കി കംപ്ലീറ്റ് പുല്ലനാക്കിയാട്ടോ. പുല്ലൻ, മഞ്ഞക്കൂരി, കുറുവ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയേക്കണേ. ഓക്കെ, അപ്പോൾ അച്ഛന്മാരെ മഴ തുടങ്ങിയാട്ടോ. മഴ തുടങ്ങി, അപ്പോൾ അത് നിൽക്കുന്നില്ല. നമ്മൾ നിർത്തി പോകാൻ നോക്കുകയാണ്. എന്തായാലും ചൂണ്ടൊക്കെ മടക്കാനുണ്ട്. അതിക്ക് ഇതിൽ അടിച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കണ്ടുപിടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസ് കിട്ടുന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇന്നത്തെ മീൻപിടുത്തതിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഹെവി മീൻ കിട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് തൊട്ട് മുമ്പത്തെ വീഡിയോ വലിയ കൂരിവാളൊക്കെ അട്ടിച്ച സൈസ് അന്യായ ഫൈറ്റ് ചെയ്ത് ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തതുകൊണ്ട് ഇന്ന് കയറി കണ്ടേരാ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല വീഡിയോ പിന്നെ വരാം. അതുവരേക്കും ബൈ.